ഹലോ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ നെന്മാറ വല്ലങ്ങി വേലയെത്തിയിട്ടുണ്ട്. വേല എന്ന് പറഞ്ഞാൽ തന്നെ പൊളി വൈബാണല്ലേ. നമ്മുടെ വീട് നിറയെ ആളുകൾ അടിപൊളിയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ വീട് നിറയെ ആൾ വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് എൻ്റെ കുഞ്ചാപ്പാൻ്റെ മോളാണ്. മോളുണ്ട് മോനുണ്ട്. പിന്നെ വീട് നിറയെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇളയമ്മമാരും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ പന്തൽ കാണാൻ പോകണം. നമ്മൾ വേല ദിവസം പോകാറില്ല. വേലയുടെ തലേ ദിവസം പന്തൽ കാണാൻ പോകും. അതുപോലെ തന്നെ വേലയുടെ പിറ്റേ ദിവസം പോകും. വേല ദിവസം ഇവിടെ ആണുങ്ങൾ മാത്രമേ പോകാറുള്ളൂ. കാരണം നല്ല തിരക്കായിരിക്കും. അപ്പോൾ ആണുങ്ങൾ മാത്രം പോയി വെടിക്കെട്ടെല്ലാം കണ്ടിട്ട് വരും. അപ്പോൾ നമ്മൾ തലേ ദിവസം പോവുകയാണ്, പന്തൽ കാണാൻ വേണ്ടി പോകണം. നമ്മൾ തറവാട്ടിലിരിക്കുമ്പോഴായിരുന്നു അടിപൊളി. കാരണം നമ്മുടെ തറവാട് വന്നിട്ട് വല്ലങ്ങിയിലാണ്. വല്ലങ്ങിയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ വല്ലങ്ങി ശിവൻകോലിലാണ് ആനകൾ എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത്. ആനകളെ എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത് നമ്മുടെ വല്ലങ്ങി ശിവൻകോലി വെച്ചിട്ടാണ്. അവിടെ തന്നെയായിരുന്നു ആനച്ചമയം. അപ്പം നമുക്ക് കാണാൻ നമ്മൾ തലേ ദിവസം പോകും. രാത്രി ഇതുപോലെ പന്തൽ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ ആനച്ചമയം കാണാൻ പോകും. പിന്നെ അതുപോലെ 12 മണിക്ക് 12:30 അതുപോലെ വേല ദിവസം 12:30 ആനച്ചമയം, അതുപോലെ തന്നെ ആനകൾ ഇതുപോലെ എഴുന്നള്ളിപ്പ് ഉണ്ടാവും. അപ്പം നമ്മളത് കാണാൻ വേണ്ടി പോകാറുണ്ട്. അടിപൊളിയായിരിക്കും. നമ്മൾ വേലയ്ക്ക് പോകില്ല, പക്ഷേ ഇതെല്ലാം കാണാൻ പോകാറുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിൻ്റെതൊന്നുമില്ല. അതുപോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂറ ഇടുമ്പോൾ തന്നെ റോഡ് മുഴുവൻ തിരക്കായിരിക്കും. ബൈപ്പാസിൻ്റെ അതിൽ കൂടെ ഒന്നും വരാനേ പറ്റില്ല. നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ, അതുപോലെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് ആ റോട്ടിൽ കൂടെ വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരിക്കും. കാരണം സ്കൂൾ പൂട്ടി ഇനി വേല, വിഷു ആഘോഷങ്ങളുടെ പൂരമായിരിക്കും. അതുപോലെ തന്നെ വീട് നിറയെ ആളുകൾ വരുമ്പോൾ എന്ത് രസമാണ്. നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ നല്ല സന്തോഷത്തോടെയാണ് ഓടിക്കൊണ്ട് വരിക. അവിടെ അതുപോലെ തന്നെ നമ്മൾ തറവാട്ടിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. നമുക്ക് വെടിക്കെട്ടെല്ലാം കാണാം. നമ്മുടെ സാമ്പിൾ വെടിക്കെട്ടെല്ലാം നമ്മുടെ കണ്ടത്തിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് പന്തൽ കാണാൻ അങ്ങോട്ടൊന്നും പോകണ്ട. പിന്നെ അതുപോലെ തന്നെ വീട് നിറയെ ആളുകളായിരിക്കും. വീട്ടിൻ്റെ മുറ്റത്തെല്ലാം വണ്ടികൾ നിർത്തും. പിന്നെ ഒരു മാസം മുമ്പ് തന്നെ, വേലയുടെ ഒരു മാസം മുന്നേ തന്നെ വീടുകളിലെല്ലാം ഒരേ തിരക്കായിരിക്കും. വിരുന്നുകാർ വരുന്നതും അതുപോലെ തന്നെ വേലി കെട്ടലും, അതുപോലെ തന്നെ വീടുകളിലെല്ലാം ചുണ്ണാമ്പടിക്കൽ. പണ്ടൊക്കെ ചുണ്ണാമ്പെല്ലാം അടിക്കുന്നത്, പിന്നെ പെയിൻ്റ് അടിക്കുന്ന വീടുകളുണ്ട്. എന്നാലും അധികവും വീടുകളിൽ ചുണ്ണാമ്പടിക്കും. അതുപോലെ മുറ്റത്തെല്ലാം ചാണകം മെഴുകും, വേലി കെട്ടൽ. ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. വീടുകളിലെല്ലാം തിരക്കും ഒക്കെ, ആളുകൾ വരുന്നതിൻ്റെ തിരക്കും. ഓരോ വീടുകളിലും എന്തോരം ആൾക്കാരാണ്. അതുപോലെ തന്നെ നല്ല തിരക്കായിരിക്കും ഓരോ വീടുകളിലും. അന്നൊന്ന് നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ അതുപോലെ നമ്മളിപ്പോൾ ഇരിക്കുന്ന വീട്ടിൽ അതുപോലെയൊന്നുമില്ല. ഇവിടെയൊന്നും വലിയ തിരക്കില്ല. ഇവിടെ നമ്മൾ പേഴുംപാറ എത്തിയാലാണ് വേലയുടെ തിരക്ക് കാണുള്ളൂ. ഇവിടെയൊന്നും വീടുകളിലൊന്നും അധികം ആരും ഉണ്ടായില്ല. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും വീട് നിറയെ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ വേലയ്ക്ക് വന്ന് പന്തൽ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മോൾക്ക് വാട്ടർ കളറും പിന്നെ അതുപോലെ കുട്ടികൾക്കുള്ള സ്ലൈഡ്, അങ്ങനത്തെ സാധനങ്ങൾ. വേലയ്ക്ക് നമ്മൾ പോയാൽ പിന്നെ ഈ സംഭവങ്ങൾ എടുക്കാണ്ട് വരില്ലല്ലേ. നമുക്ക് എപ്പോൾ പോയാലും ഇതൊക്കെ നിരത്തി വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ കൈയും വീശി എന്താണെങ്കിലും വരില്ല. കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ, വള, മാല, സാധനങ്ങൾ അങ്ങനെയെല്ലാം വാങ്ങും. അങ്ങനെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു നേരെ നമ്മൾ ബാക്കി വേലയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു.